പാപ്പിനിശ്ശേരിയിലെ ജനവാസ കേന്ദ്രത്തിൽ മണലൂറ്റൽ കേന്ദ്രവും ഫിൽട്ടറിംഗ് യൂണിറ്റും സ്ഥാപിക്കുന്നതിൽ പ്രതിഷേധം ശക്തം. മണലൂറ്റിന് സ്വകാര്യ കമ്പനിക്ക് അനുമതി നൽകിയതിൽ MLA നിലപാട് വ്യക്തമാക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. മണലൂറ്റിന് നൽകിയ അനുമതി റദ്ദാക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. അഴീക്കൽ തുറമുഖത്തെ കപ്പൽചാലിന് ആഴം കൂട്ടാനെന്ന പേരിൽ പാപ്പിനിശ്ശേരിയിലെ ജനവാസ കേന്ദ്രത്തിൽ മണലൂറ്റി കേന്ദ്രവും ഫിൽട്ടറിംഗ് യൂണിറ്റും സ്ഥാപിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. സ്വകാര്യ കമ്പനിക്കാണ് മണലൂറ്റിന് അനുമതി നൽകിയത്. നൂറുകണക്കിന് ജനങ്ങൾ അധിവസിക്കുന്നതും സ്കൂൾ, മദ്രസ, അംഗനവാടികൾ എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നതുമായ പ്രദേശത്താണ് മണലൂറ്റി കേന്ദ്രം സ്ഥാപിക്കുന്നത്. ജനങ്ങൾക്ക് ശുദ്ധജലവും വായുവും നിഷേധിക്കുന്ന സമീപനമാണ് ഇത്. ഇക്കാര്യത്തിൽ സ്ഥലം MLA നിലപാട് വ്യക്തമാക്കണമെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. ഈ സ്ത്രീകളൊക്കെ പറയുന്നത് ഞങ്ങളുടെ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ മരിച്ചു വീണാൽ പോലും ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതൊരു നിശ്ചയദാർഢ്യം, അതൊരു ഇച്ഛാശക്തിയാണ്. ആ ഇച്ഛാശക്തിയുടെ കൂടെ പൊതുപ്രവർത്തകന്മാരായിട്ടുള്ള ആളുകൾ നിൽക്കും. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ പരിഗണനകൾക്കും അപ്പുറത്ത് ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ടാകണം. സ്വൈര്യമായി കുടിവെള്ളവും അതുപോലെ തന്നെ സുരക്ഷിതത്വം ലഭ്യമാകുന്ന വിധത്തിൽ സുഗമമായിട്ടുള്ള ജീവിതമാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതിന് എതിരായി വരുന്ന എല്ലാ പദ്ധതിയെയും എതിർക്കുക തന്നെ ചെയ്യും. അത് പരാജയപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ് കണ്ണൂരിലെ ജനതക്കുള്ളത്. ആ ഒരു നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ ഈ സർക്കാരിൻ്റെ ഈ നിർദ്ദിഷ്ട പദ്ധതിയിൽ നിന്ന് അവർ പുറകോട്ട് പോകണം. ഇല്ല എങ്കിൽ അതിനെ ജനകീയമായി നേരിടാനുള്ള പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് നടക്കും. കുത്തക മുതലാളിമാർക്ക് തടിച്ചു കൊഴുക്കാനുള്ള പദ്ധതികൾ ജനങ്ങളുടെ ജീവനും സ്വത്തും കവർന്നുകൊണ്ടാവരുത്. ഇതിന് ജനപ്രതിനിധി എന്ന നിലയിൽ MLA കൂട്ടുനിൽക്കരുതെന്നും അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടു. ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ MLA മോശമായാണ് പ്രതികരിച്ചതെന്ന ആക്ഷേപം പ്രദേശവാസികൾ പറയുന്നുണ്ട്. മണലൂറ്റി കേന്ദ്രത്തിനും ഫിൽട്ടറിംഗ് യൂണിറ്റിനുമെതിരെ സമരം നടത്തുന്ന ജനകീയ സമിതിക്ക് മുസ്ലിം ലീഗിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്നും പ്രദേശം സന്ദർശിച്ച ശേഷം അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.